ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ടിക് ടാക്ക് പെയിൻറ്റിംഗ് ആണ് കാണാൻ പോകുന്നത്. ടിക് ടാക്ക് മേക്കിംഗ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇനി ഇങ്ങനത്തെ കുറേ വീഡിയോസ് വരും, പെയിൻറ്റിങ്ങിൻ്റെയും പിന്നെ സോയിൽ ക്ലേനെ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമൊക്കെ വരും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലൊരു പേസ്റ്റൽ ഗ്രീൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ കാണുമ്പോഴത്തെ കളറല്ല, നേരിട്ടൊരു കുറച്ചുകൂടി പേസ്റ്റൽ കളറാണ്. പിന്നെ സൈഡിൽ കുറച്ച് ലാവൻഡറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നടുവത്തെ പേസ്റ്റൽ ഗ്രീൻ മാറ്റിയിട്ട് ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. റെഡ് ഒരു പേസ്റ്റൽ റെഡാണ്, ഇതിലാണ് പോലത്തെ ഒരു റെഡല്ല. അപ്പോൾ അത് ഞാൻ എല്ലാ സൈഡിലും അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളർ എടുക്കുന്നുണ്ട്, അത് ഹേർട്ട് ഷേപ്പിൽ അടിച്ചു കൊടുക്കേണ്ടിയിട്ടാണ്. ഈ ഹെയർ ഷേപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സൈഡും അടിച്ചു കൊടുക്കുന്നുണ്ട്, മുന്നും അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നോക്കണം, രാവിലെ വൈകുന്നേരം നോക്കണം. പിന്നെ ഈ കാണുന്നത് പിറ്റേ ദിവസം വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. അപ്പോഴത്തേക്ക് അത് നല്ലോണം ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ഗ്യാപ്പിലൊക്കെ പേസ്റ്റൽ ഗ്രീനൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അധികമൊന്നും കാണുന്നില്ലായിരുന്നു. അധികം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, അല്ലാതെ അധികമൊന്നും മനസ്സിലാവുന്നില്ല അത്. പിന്നെ ഗ്ലൂ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ആയി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയായിരുന്നു. നമ്മൾ വാർണിഷിന് പകരമാണ് ഈ ഗ്ലൂ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഗ്ലൂ കൂടിപ്പോയതുകൊണ്ട് തന്നെ ഞാൻ അതിലത്തെ ഗ്ലൂ കൊണ്ടാണ് ഞാൻ ഹേർട്ട് ഷേപ്പിലൊക്കെ വാർണിഷ് ഓയിൽ അടിച്ചു കൊടുക്കുന്നത്. ഈ എക്സ് പോലത്തെ സംഭവമൊക്കെ കുറേ തവണ പൊട്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. അതിലൊക്കെ ഞാൻ വാർണിഷല്ല ഗ്ലൂ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ടിക് ടാക്ക് മേലെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ബ്രഷുമ്പോൾ കുറച്ച് ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച എൻ്റെ കുറച്ച് കളറൊക്കെ പോയായിരുന്നു. നിങ്ങൾ നല്ലോണം കഴുകിയിട്ടാണ് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ബ്ലാക്ക് കളർ ഫെയ്ഡാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലൂവിനൊന്ന് നമുക്ക് ഉണങ്ങാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഉണങ്ങി സെറ്റാവും. ഇത് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്ലോയിനെസ് കാണാനാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു മാസ്മരിക്ക് ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ആ ട്രാൻസിഷൻ്റെ കാര്യം മറന്നതുകൊണ്ട് ബാക്കി ട്രാൻസിഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഫൈനൽ ലുക്ക് നോക്കി നോക്ക്. ഞാൻ ഇപ്പോൾ കളിച്ചാണ് കാണിക്കുന്നത്. ഇഷ്ടപ്പെട്ടോന്ന് പറയാൻ മറക്കല്ലേ.